സണ്ണി ജോസഫിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തരല്ല, AICC തൃപ്തരല്ല, അതുകൊണ്ടാണ് മാറ്റുന്നത്. ഫണ്ട് വിനിയോഗത്തിൽ പോലും ക്രമക്കേടുകളുണ്ട്, അതെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് KPCC പ്രസിഡന്റിനെ മാറ്റുന്നത്. ഷാഫി പറമ്പിലിന്റെ പേര് പോലും പല സ്ഥലങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഷാഫി വരട്ടെ എന്നൊക്കെ ആയിരുന്നു, KPCC ഷാഫി നയിക്കട്ടെ എന്നാണ്. വണ്ടൂരിൽ നിന്ന് APL കുമാർ നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്താൽ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ല. പകരം അദ്ദേഹത്തെ KPCC അധ്യക്ഷനാക്കും. അദ്ദേഹം KC വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു നേതാക്കന്മാരിൽ ഒരാളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വിജയം ഒരു KPCC അധ്യക്ഷന്റെ വിജയമല്ല, അത് പല സമവാക്യങ്ങളും ഒത്തുചേർന്നപ്പോൾ കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിജയമാണ്. അത് KPCC അധ്യക്ഷന് ക്രെഡിറ്റ് കൊടുക്കാനും കഴിയില്ല എന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. സുധാകരന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ മുറവിളി കൂട്ടിയ ആളുകൾ തന്നെയാണ് ഇന്ന് സുധാകരനെ സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട് വിഴുപ്പലക്കുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ സുധാകരൻ ബിഗ് സീറോ ആണ് എന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വർഷം മുമ്പ്, ഏകദേശം ഒരു വർഷത്തോളമായി കേരളത്തിലെ KPCC നയിക്കുന്നത് സണ്ണി ജോസഫാണ്, പേരാവൂരിൽ നിന്നുള്ള MLA, മുതിർന്ന കോൺഗ്രസ് നേതാവ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും സണ്ണി ജോസഫിനെ മാറ്റും എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് മാറ്റമുണ്ടാകുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് സണ്ണി ജോസഫിനെ മാറ്റി പുതിയൊരാളെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചത്? നിലവിൽ ദേശീയ നേതൃത്വം പറയുന്ന കാര്യം എന്ന് പറയുന്നത് സണ്ണി ജോസഫിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തരല്ല, AICC തൃപ്തരല്ല, അതുകൊണ്ടാണ് മാറ്റുന്നത്. ഫണ്ട് വിനിയോഗത്തിൽ പോലും ക്രമക്കേടുകളുണ്ട്, അതെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് KPCC പ്രസിഡന്റിനെ മാറ്റുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപ് സണ്ണി ജോസഫിന് മുൻപ് KPCC അധ്യക്ഷനായിരുന്നത് K സുധാകരനായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ശരിയല്ല, അല്ലെങ്കിൽ ആരോഗ്യനില മോശമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. വലിയ വിവാദങ്ങളായിരുന്നു, അതിൽ വലിയ അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് K സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നത്. സണ്ണി ജോസഫ് ആയിരുന്നു. സണ്ണി ജോസഫ് മാത്രമായിരുന്നില്ല, ഒരു പുതിയ KPCC കോർ കമ്മിറ്റി അടക്കം ഒരു വലിയ 100 പേരോളം അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ കൂടിയാണ് രൂപീകരിച്ചുകൊണ്ടാണ് KPCC വരുന്നത്. അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-നും കോൺഗ്രസിനും വലിയ വിജയം നേടാൻ കഴിഞ്ഞു. അത് KPCCയുടെ കഴിവാണ് എന്ന് അന്ന് മുതിർന്ന നേതാക്കളെല്ലാം പറഞ്ഞു. അല്ലെങ്കിൽ അതിന്റെ അകത്ത് പ്രതിപക്ഷ നേതാവിന് പങ്കുള്ളതുപോലെ UDF-ൽ എല്ലാവർക്കും പങ്കുള്ളതുപോലെ തന്നെ KPCCക്കും പുതിയ KPCC ടീമിനും പങ്കുണ്ട് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രശംസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നത് KPCC പ്രസിഡന്റിനെ മാറ്റും. പ്രവർത്തനങ്ങളിൽ തൃപ്തരല്ല, AICC തൃപ്തരല്ല എന്ന് പറയുമ്പോൾ ഇതിന് പല ചോദ്യങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് മാറ്റുന്നു? ഇത് മാത്രമാണോ കാരണം? പേരാവൂരിൽ നിന്ന് മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സണ്ണി ജോസഫിനെ മാറ്റും, പകരം ഒരു MBA KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞ് വലിയ ചർച്ചകൾ നമ്മൾ കണ്ടാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ. ഷാഫി പറമ്പിലിന്റെ പേര് പോലും പല സ്ഥലങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഷാഫി വരട്ടെ എന്നൊക്കെ ആയിരുന്നു, KPCC ഷാഫി നയിക്കട്ടെ എന്നാണ്. പക്ഷെ അപ്പോഴൊന്നും മാറ്റമുണ്ടായില്ല. നിലവിൽ പറയുന്നത് മാറ്റം വരും, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു പേര് വരും. അങ്ങനെ വരുന്ന പേര് K സുധാകരനാണോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയായി ഉയർന്നു കേട്ടിരുന്ന 2 പേര്, ഒന്ന് VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും പേരായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ MP സ്ഥാനം രാജിവെച്ച് K സുധാകരന് മത്സരിക്കണം എന്നുള്ള വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുന്നു. അതിനുശേഷം K സുധാകരൻ പറയുന്നുണ്ട്, UDF അധികാരത്തിൽ വരികയാണ്, കോൺഗ്രസിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ട്, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകട്ടെ, എന്തെങ്കിലും കാരണം കൊണ്ട് UDF പരാജയപ്പെട്ടു പോയാൽ VD സതീശൻ വനവാസത്തിന് പോകട്ടെ എന്ന് പറയുന്നു. തൊട്ടു പിന്നിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് മൂന്നാമതൊരു പേര് കേൾക്കുന്നു, KC വേണുഗോപാലിന്റെ പേര്. മത്സരിച്ചിട്ട് കൂടിയില്ല. അപ്പൊ KC വേണുഗോപാലിന്റെ പേര് കേൾക്കുമ്പോൾ K സുധാകരൻ അതിന് മുന്നേ എടുത്ത നിലപാട് മാറ്റുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം, KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ, മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഈ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാമെന്നുള്ള ധാരണയാണോ? അതുകൊണ്ടാണോ സുധാകരൻ ഈ പറയുന്നൊരു ചോദ്യമുണ്ട്. അത് വ്യക്തമായി നമുക്കറിയില്ല, ഒരു സാധ്യതയാണത്. ആ ഒരു സാധ്യതയുടെ പേരിലാണോ സണ്ണി ജോസഫിനെ ഒഴിവാക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും സണ്ണി ജോസഫിനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 4-ാം തീയതി ഫലം വരുമ്പോൾ 5-ാം തീയതി 6-ാം തീയതി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സണ്ണി ജോസഫിനെ മാറ്റും. UDF അധികാരത്തിൽ വന്നാൽ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി പറയുന്ന പോലെ KC വേണുഗോപാലിനെയാണ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായി തീരുമാനിക്കുന്നതെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും, 2 തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും. ആലപ്പുഴയിൽ നിന്ന് രാജിവെക്കുമ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എവിടെ നിന്നാണോ 6 മാസത്തിനകം ഏതെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിൽ ജയിക്കണമല്ലോ, അവിടെ ഏത് മണ്ഡലമാണോ തെരഞ്ഞെടുക്കുന്നത് ആ മണ്ഡലത്തിലെ MLA KPCC പ്രസിഡന്റ് ആക്കിക്കൊണ്ടൊരു നിലപാടെടുക്കുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ പിന്നിൽ ഈ പറഞ്ഞ AICC പറയുന്ന കാരണങ്ങൾ, അല്ലെങ്കിൽ ദേശീയ നേതൃത്വം പറയുന്ന പോലെ അതൃപ്തിയാണോ, അതോ UDF അധികാരത്തിൽ വരുന്നതിന് മുന്നേയുള്ള കരുനീക്കങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം നിലനിൽക്കുന്നത്. തീർച്ചയായും സണ്ണി ജോസഫിനെ മാറ്റിയാൽ
KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് AP അനിൽകുമാറാണ്. മലപ്പുറത്തു നിന്നുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വണ്ടൂർ MLA ആയ AP അനിൽകുമാർ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നേരത്തെ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അതിന് തൊട്ടു മുമ്പുള്ള UDF മന്ത്രിസഭയിലും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി കൂടിയാണ് അനിൽകുമാർ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയും വണ്ടൂരിൽ നിന്ന് AP അനിൽകുമാർ നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്താൽ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ല. പകരം അദ്ദേഹത്തെ KPCC അധ്യക്ഷനാക്കും. അദ്ദേഹം KC വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു നേതാക്കന്മാരിൽ ഒരാളാണ്. അതുമാത്രമല്ല, പേരാവൂരിൽ നിന്ന് സണ്ണി ജോസഫ് ജയിച്ചു വരികയും UDF അധികാരം ലഭിക്കുകയും ചെയ്താൽ സണ്ണി ജോസഫ് മന്ത്രിസഭയിൽ ഉണ്ടാകും. പകരം അനിൽകുമാറിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. നേരത്തെ K സുധാകരനെ മാറ്റുമ്പോൾ പറഞ്ഞു കേട്ട പേരുകളിൽ ഏറ്റവും മുൻതൂക്കമുണ്ടായിരുന്നത് ആന്റോ ആന്റണി, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കാണ്. എന്നാൽ ആന്റോ ആന്റണിയെ അവസാനം മാറ്റിയിട്ടാണ് സണ്ണി ജോസഫിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ആന്റോ ആന്റണി പ്രസിഡന്റ് ആകുമെന്ന് 99% ഉറപ്പിച്ചു. അദ്ദേഹം ഡൽഹിയിലെല്ലാം പോയി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം പൂർത്തീകരിച്ചു. ഇനി പ്രഖ്യാപനം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കേരളത്തിൽ ചില എതിർപ്പുകൾ വരികയും പിന്നീട് ആ സമയം വരെ പേര് പോലും പറഞ്ഞു കേൾക്കാത്ത സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. സണ്ണി ജോസഫ് ഒരു മിതവാദിയായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ നിന്നാണ് കടന്നു വരുന്നതെങ്കിലും പരമ്പരാഗതമായ കോൺഗ്രസ് കോട്ടയായ പേരാവൂരിലെ കുടിയേറ്റ മണ്ണായ പേരാവൂരിൽ നിന്നുള്ള MLA ആണ്. കണ്ണൂർ DCC പ്രസിഡന്റായിരുന്നു. എന്നാൽ അദ്ദേഹം K സുധാകരനെ പോലെ ഒരു അഗ്രസീവ് രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ഒരു മിതവാദിയായ ഒരു അഭിഭാഷകനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം KPCC അധ്യക്ഷ പദവിയിൽ എത്തിയപ്പോൾ കോൺഗ്രസ് K സുധാകരനെ പോലെ അഗ്രസീവ് രാഷ്ട്രീയ പ്രവർത്തനം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെതായ ശൈലിയുണ്ട്. MMSനെ പോലെ, തലേക്കുന്നിൽ ബഷീറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ ശൈലിക്ക് ഉടമയാണ് സണ്ണി ജോസഫ്. ഒരു കാലത്ത് K സുധാകരന്റെ വിശ്വസ്തനായിരുന്നു സണ്ണി ജോസഫ്. K സുധാകരൻ DCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ ആ പോസ്റ്റിലേക്കാണ് അദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിക്കുന്നത്. പിന്നീട് അദ്ദേഹം KPCC സെക്രട്ടറിയായി ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിനെ കവചം തീർക്കാൻ ഒരു കാലത്ത് അദ്ദേഹം എത്തുമായിരുന്നു. പിന്നീട് അദ്ദേഹം അപ്രതീക്ഷിതമായാണ് KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത്. 2011 തെരഞ്ഞെടുപ്പിലടക്കം പേരാവൂർ പോലെയുള്ള ഒരു കോൺഗ്രസ് കോട്ടയിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വരുന്നത്. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അധ്യക്ഷ പദവിയിലേക്ക് എത്തി KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തിയതിനു ശേഷം എത്രത്തോളം തിളങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. കാരണം ഞാൻ വ്യക്തിപരമായി പറയുന്നത് അദ്ദേഹത്തിന് വലിയ രൂപത്തിലൊന്നും അവിടെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വിജയം ഒരു KPCC അധ്യക്ഷന്റെ വിജയമല്ല. അത് പല സമവാക്യങ്ങളും ഒത്തുചേർന്നപ്പോൾ കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിജയമാണ്. അത് KPCC അധ്യക്ഷന് ക്രെഡിറ്റ് കൊടുക്കാനും കഴിയില്ല എന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. അല്ലേ, എന്റെ മറ്റൊരു കാര്യമുണ്ടല്ലോ, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് K സുധാകരൻ വന്നപ്പോൾ വലിയ ഓളം സൃഷ്ടിക്കുമെന്ന് മാധ്യമങ്ങളടക്കം പറഞ്ഞു. അത്രത്തോളം ഒരു ഓളം ഉണ്ടാക്കാൻ സുധാകരനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. തീർച്ചയായും സുധാകരൻ ഒരു കാലത്ത് കണ്ണൂർ രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പവർ ഹൗസ് ആണ്. സുധാകരന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ മുറവിളി കൂട്ടിയ ആളുകൾ തന്നെയാണ് ഇന്ന് സുധാകരനെ സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട് വിഴുപ്പലക്കുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ സുധാകരൻ ബിഗ് സീറോ ആണ് എന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കൊണ്ടുവന്ന CUC പദ്ധതി, കോൺഗ്രസിന് താഴെത്തട്ടിൽ കമ്മിറ്റി രൂപീകരിക്കുന്നത്, അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എവിടെയും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു സെമി കേഡർ രൂപത്തിലേക്കൊക്കെ പാർട്ടി എത്തിക്കാൻ കഴിയുമായിരുന്നു. അത് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. K സുധാകരന് കോൺഗ്രസ് ഒരു ഓളത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്, ഒരു കേഡർ പാർട്ടിയല്ല, ആൾക്കൂട്ടമാണ് കോൺഗ്രസ്. ആ ആൾക്കൂട്ടം സുധാകരൻ വന്നാലും നാളെ മറ്റൊരാൾ വന്നാലും ഇപ്പൊ ആര് വന്നാലും ആ ആൾക്കൂട്ടം ഈ ത്രിവർണ്ണ പതാകകൾ പിറകിൽ അണിനിരക്കും. അതിലപ്പുറത്തേക്ക് കോൺഗ്രസിന് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു K സുധാകരനെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നത്. പ്രവർത്തകന്മാർക്കെല്ലാം വലിയ ആവേശം നൽകുന്ന, വലിയ രൂപത്തിൽ പ്രസംഗിക്കുന്ന, CPM-നോട് കണ്ണൂർ ജില്ലയിൽ നേർക്കുനേർ പോരാടി എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ വീമ്പളക്കുന്ന, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം K സുധാകരൻ കെട്ടിപ്പടുത്തുന്നല്ല കോൺഗ്രസിനെ. അവിടെ N രാമകൃഷ്ണനെ പോലെ, അതോടൊപ്പം KP നൂറുദ്ദീൻ സാഹിബിനെ പോലെ, P രാമകൃഷ്ണനെ പോലെയുള്ള നേതാക്കന്മാർ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ്. അവിടെ സുധാകരന്റെ പങ്ക് ചെറുതാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ N രാമകൃഷ്ണനെ പോലെയുള്ള നേതാക്കന്മാർ കെട്ടിപ്പടുത്ത കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം, അത് ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളോടൊക്കെ എല്ലാം K സുധാകരൻ മാത്രമാണ് കണ്ണൂരിൽ കോൺഗ്രസിനെ നയിച്ചതെന്നും K സുധാകരൻ മാത്രമാണ് CPM-നെ നേരിട്ടെന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. അതേ സുധാകരൻ ഇന്ന് തെറി വിളിക്കുന്ന, സുധാകരന് വേണ്ടി മുറവിളി കൂട്ടിയ ആളുകൾ തന്നെയാണ്. അതെന്തെങ്കിലും ആട്ടെ. പക്ഷെ നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് സണ്ണി ജോസഫിനെ മാറ്റി ഈ മറ്റൊരാളെ കൊണ്ടുവരുമ്പോൾ അത് എത്രത്തോളം കോൺഗ്രസ് പ്രവർത്തകർ ഉൾക്കൊള്ളും എന്ന് നമുക്ക് കണ്ടറിയണം. അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിനെ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് മാറ്റാനുള്ള കാരണം കോൺഗ്രസ് പ്രവർത്തകരോട് പറയാനുള്ള ബാധ്യതയും AICC-ക്ക് ഉണ്ടാകണം. എന്ത് തന്നെയായാലും തെരഞ്ഞെടുപ്പ് ഫലം വരണം. തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് അനുകൂലമായാൽ മാത്രമായിരിക്കും ഇത്തരത്തിലൊരു വലിയ മാറ്റമൊക്കെ പാർട്ടിയിൽ ഉണ്ടാവുക. അനുകൂലമല്ലെങ്കിൽ ഒരുപക്ഷെ KPCC-യും DCC-യും എല്ലാം പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കും AICC മാറുമെന്ന കാര്യത്തിലും തർക്കമില്ല.